അപ്പോൾ വിവരാകാശവും മറുപടിയും ഒന്ന് കേൾക്കാം. നമസ്കാരം. ഞാനിന്ന് എനിക്കൊരു വിവരാകാശത്തിൻ്റെ മറുപടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് കിട്ടി. തന്നിരിക്കുന്നത് ടോജോ എം തോമസ്, സംസ്ഥാന പൊതുവിവരാകാശ ഓഫീസർ, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് 2ാം നില, ട്രാൻസ് സർവീസ്, വഴുതക്കാട്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മിക്കവാറൊക്കെ തൃപ്തികരമായ ഒരു ഉത്തരം തന്നിട്ടുണ്ട്. വളരെ നന്ദി. അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അയച്ചു തരാം. നിങ്ങളൊന്ന് ശരിയായിട്ട് കേൾക്കുക. ചോദ്യം 1 ഇതായിരുന്നു: മോട്ടോർ വാഹന നിയമപ്രകാരം ഡ്രൈവിംഗ് സ്കൂൾ അല്ലാത്ത വാഹനങ്ങളിൽ 2 വീലർ, ലൈറ്റ് മോട്ടോർ, ഹെവി, മറ്റു വാഹനങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിൻ്റെ നിബന്ധനകൾ. ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആവശ്യമൊന്നുമില്ല, ലൈസൻസ് ഉള്ളൊരു ഡ്രൈവർ കൂടെ ഉണ്ടായിരിക്കണം, എൽബോർഡ് വെക്കണം. എൽബോർഡിൻ്റെ അളവുമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. വളരെ തൃപ്തികരം. 2ാമത്തെ ചോദ്യം: വാഹനത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നയാളുടെ വാഹനത്തിൽ, അതായത് ഡ്രൈവിംഗ് സ്കൂൾ അല്ലാത്ത വാഹനങ്ങളിൽ പഠിപ്പിക്കുന്ന ആളുകളുടെ യോഗ്യതകളാണ് ചോദിച്ചത്. അതും ആക്ട് റൂൾ പ്രകാരം, മോട്ടോർ വെഹിക്കിൾ ആക്ട് റൂൾ പ്രകാരമുള്ള ഈ പറഞ്ഞിരിക്കുന്ന ലൈസൻസ് ഉള്ള ഒരാൾ മതി എന്നാണ് അതിനകത്തും വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് ആ കാര്യത്തിൽ. അടുത്തതാണ് ചോദ്യം 3: ഡ്രൈവിംഗ് ടെസ്റ്റിന് വാഹനത്തിൽ എത്ര പേരെ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാം? അതിന് തന്നിരിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വാടകയ്ക്ക് നൽകാനോ പണമോ പ്രതിഫലമോ വാങ്ങി മറ്റുള്ളവരുടെ ഉപയോഗത്തിന് നൽകാനോ നിയമപരമായി അനുമതിയില്ല. സ്വന്തം വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്നതിന് അനുമതി ഉണ്ട്. ഇതിനുള്ള എണ്ണം പ്രത്യേകമായി നിജപ്പെടുത്തിയിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം, നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്താൽ അവിടെ എന്ത് ചെയ്യരുത്, അവിടെ നമ്മൾ വാടകയ്ക്കായിരിക്കരുത്, പ്രതിഫലം കൊടുത്തിട്ടോ ആകരുത്. അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതി മേടിച്ചാൽ മതി. കാരണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വണ്ടിയിൽ ഒരാൾ ടെസ്റ്റ് ചെല്ലുകയാണ്, ഒരു ഉടമസ്ഥൻ ചെല്ലുകയാണ്. അപ്പോൾ അയാളുടെ കൂടത്തെ അയാളുടെ കൂട്ടുകാരനും കൂടെ ചെയ്യണം. അപ്പോൾ അയാളെ എഴുതി കൊടുത്താൽ മതി, ഞാൻ എൻ്റെ സുഹൃത്താണ്, ഞാനൊന്നും പാരിതോഷവും മേടിച്ചതല്ല, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എനിക്ക് വണ്ടി തന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ചോദ്യം 4: ഡ്രൈവിംഗ് ടെസ്റ്റ് മനഃപൂർവ്വം തോൽപ്പിച്ചാൽ വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള നടപടി. ഇത് പറയുന്നത് വിവരാകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് പറയുന്നത്. മനഃപൂർവ്വം എന്നുള്ളത് നിയമത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ നിയമം അവർ തരുന്നില്ല. അതിനാണ് നമുക്കിനി ഞാനിന്ന് പോകുന്നത്. മറ്റൊരു ചോദ്യം 5ന്റെ എ: 2 വീലർ 8, ലൈറ്റ് മോട്ടോർ H, ഹെവി T എന്നിവയെ ടെസ്റ്റ് ചെയ്യുമ്പോൾ റോഡ് ടെസ്റ്റിലെ എത്ര കാര്യങ്ങൾ ടെസ്റ്റ് ഷീറ്റിൽ അടയാളം ചെയ്യും? അതിന് തെറ്റായ ഉത്തരം തന്നിരിക്കുന്നത്. ടെസ്റ്റ് ഷീറ്റിൽ പാർട്ട് 1 ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ. പാർട്ട് 1 വേറെ ഒന്നുമില്ല, 8 H മാത്രമേ ഉള്ളൂ. മോട്ടോർ വാഹന നിയമത്തിൻ്റെ ഒന്നും അതിനകത്ത് പറയുന്നില്ല. അത് തെറ്റായ കാര്യമാണ്. അടുത്ത ചോദ്യം: അത് ടെസ്റ്റ് ഷീറ്റിൽ മാർക്ക് ചെയ്യുന്ന നിയമവശം. അതും തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമവും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടവും അതൊന്നും അതിനകത്ത് കാണിച്ചിട്ടില്ല. ആ ചോദ്യത്തിന് മറുപടി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അടുത്ത ചോദ്യം: ടെസ്റ്റ് ഷീറ്റിൽ ബാക്കി എത്ര വിധ കാര്യങ്ങൾ മാർക്ക് ചെയ്യും? അതായത് പറയുന്നത് ടെസ്റ്റ് ഷീറ്റിൽ പാർട്ട് 2 ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ. ആ പാർട്ട് 2 ഉൾപ്പെടുത്തിയ കാര്യങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. കാരണം അവിടെ 20 കൂട്ടം 21 കൂട്ടം കാര്യങ്ങളുണ്ട്. അത് പാർട്ട് 1 ചെയ്യുമ്പോൾ 8ഉം Hഉം T എടുക്കുമ്പോൾ ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിന് ഉത്തരം കറക്റ്റായിട്ട് തന്നിട്ടില്ല. അതിൽ നമ്മൾ അപ്പീൽ പോവുകയാണ്. ഇനിയും അടുത്ത ചോദ്യം ഇതാണ്: അടുത്ത ടെസ്റ്റിന് ഹാജരാകുമ്പോൾ ഇതിൽ ബാധകമാകുന്ന കാര്യങ്ങൾ കാണിക്കുന്ന രേഖ. അതായത് നമ്മളിപ്പോൾ തോറ്റുപോയി, കാണിക്കുന്ന രേഖ എന്താണെന്ന് ചോദിച്ചപ്പോൾ പാർട്ട് 1 ടെസ്റ്റ് പാസ്സായാൽ അടുത്ത ടെസ്റ്റിൽ അത് ബാധകമാണ് എന്നതിൻ്റെ മനസ്സിലാകുന്നില്ല. പാർട്ട് 1 ടെസ്റ്റ് പാസ്സായാൽ പിന്നെ വേറെ ടെസ്റ്റ് ഇല്ല, അടുത്ത ടെസ്റ്റ് അത് ബാധകം എന്ന് പറഞ്ഞാൽ 2ാമത്തെ ടെസ്റ്റിൽ പോകാമെന്നുള്ളതായിരിക്കും. അതൊന്ന് ക്ലിയർ ചെയ്തിട്ടില്ല. ഇനി ചോദ്യം 6 പറയുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡ്രൈവിംഗ് സ്കൂൾ വാഹനം ആവശ്യമില്ല, ഡ്യുവൽ കൺട്രോൾ ഇവ ആവശ്യമില്ല, ഇത്തരം വാഹനങ്ങൾ ഒന്നും വിവരങ്ങൾ ഒന്നും ആവശ്യപ്പെട്ടതായി കാണുന്നില്ല. ചോദ്യം ഇതായിരുന്നു: അംഗീകൃത ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വരണമെന്ന് പറയുന്ന നിയമം. അങ്ങനെ ഒരു നിയമമില്ല. അപ്പോൾ ഇപ്പോൾ അവർ പിടിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ അവിടെ വരണമെന്നുള്ളതാണ്. അങ്ങനെ നിയമമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ ബി ചോദ്യത്തിൽ ഫോം നമ്പർ 5, അതായത് ഡ്രൈവിംഗ് സ്കൂളുകാർ പഠിപ്പിച്ച് കഴിയുമ്പോൾ കൊടുക്കുന്ന ഇതാണ് ഫോം നമ്പർ 5. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയുന്നത് മോട്ടോർ വാഹന ചട്ടത്തിൽ പരാമർശിക്കുന്ന ഫോം നമ്പർ ആണ് ഫോം നമ്പർ 5. ഉദ്ദേശം എന്താണ് എന്നത് വിവരാകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. അവിടെ അതിൻ്റെ കൃത്യമായിട്ട് ആ ഫോമിനകത്ത് എഴുതിയിട്ടുണ്ട്.
അത് ആണ് പറയേണ്ടത്. അതിന് പരിധിയിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഫോം ഒന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അടുത്താണ് സൂപ്പർ ടെസ്റ്റിന്റെ ഉത്തരം ഉദ്ദേശം എന്താണ് എന്നത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പം അതിൻ്റെ അർത്ഥം അവിടെ പറയുന്നുണ്ട്. അതായത് ടെസ്റ്റ് ഷീറ്റിന്റെ ഭാഗത്ത് നിങ്ങളുടെ ടെസ്റ്റ് ഷീറ്റിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പാർട്ട് 2 കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ സൂപ്പർ ടെസ്റ്റ് എന്ന ഭാഗമുണ്ട്. ഈ സൂപ്പർ ടെസ്റ്റിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ മറ്റു ചില കാര്യങ്ങളൊക്കെ വളരെ തൃപ്തികരമാണ്. ഇത് കാര്യത്തിന് നമ്മൾ അപ്പീൽ കൊടുക്കണം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് ലൈസൻസ് എടുത്തിട്ട് പറ്റാത്ത ആൾക്കാരെയാണ്. നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസിനോ ആർക്കിലോ വേണമെങ്കിൽ ഞാനിത് അയച്ചു തരാം. അതിന് നിങ്ങൾക്ക് അവകാശം വേണമെന്നുണ്ടെങ്കിൽ, വിവരാവകാശത്തിന്റെ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടുക. ഞാൻ അയക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. എന്നാൽ ഇത് ഒത്തിരി സമയമെടുക്കും. കാരണം ഒത്തിരി കേസ് കെട്ട് എടുക്കുക. എനിക്ക് എല്ലാം കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. താങ്ക് യു.